ഹലോ! അപ്പോൾ ഇന്ന് ഡേ 6 അറ്റ് മലേഷ്യ ട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടികളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് ഡേ ആയിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഉച്ചയായപ്പോഴാണ് നമ്മൾ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയ അതേ റെസ്റ്റോറൻറ്റ് തന്നെയാട്ടോ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞ് നടക്കുന്ന വഴിക്ക് സെഫോറ കണ്ടപ്പോൾ ഞാൻ ഹായ് ദേ സെഫോറ എന്ന് പറഞ്ഞെങ്കിലും വേറെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെഫോറോട് അങ്ങനെ തന്നെ ടാറ്റ പറഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്നത് പവിലിയൻ എന്ന് പറഞ്ഞൊരു മോളിലോട്ടാട്ടോ. ഞാൻ ആക്ച്വലി മലേഷ്യയിൽ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാവരും മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഷോപ്പിങ്ങിന് വന്ന മോളാണ് ഈ പവിലിയൻ മോൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇവിടെയും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂര്യ KLCC മോളിൽ ഇങ്ങനെ കണ്ടില്ല, അതേപോലെ അതിനേക്കാളും ഭംഗിയിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഡെക്കറേഷൻസ് ഒക്കെ. കാരണം മോളിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകും. അത്ര അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ വേറെ അപ്പുറത്തുള്ളൊരു എൻട്രൻസിൽ, അതായത് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നുള്ള എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരുപാട് ലക്ഷറിയസ് കാറുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ അത് കാണാൻ പോയിട്ട് ഇവരെല്ലാവരും, ഈ മലേഷ്യയിൽ കുറേ ലക്ഷറിയസ് കാറുകൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മോളിൻ്റെ ഉള്ളിലോട്ട് വന്നു. അങ്ങനെ നടക്കുന്ന വഴിക്ക് നമ്മൾ പോപ്പ് മാർട്ട് കണ്ടു. പോപ്പ് മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലബൂബ് ഉണ്ടല്ലോ, ലബൂബിൻ്റെ ഒറിജിനൽ വേർഷൻ ഇറക്കിയേക്കുന്നത് ഇവരാണ്. അതായത് നല്ല എക്സ്പെൻസീവ് ആണ് ബേസിക്കലി. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് അതിൻ്റെ ഡ്യൂപ്പ് ഐറ്റംസ് ആണ്. പക്ഷേ എന്താ പറയുക, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ലേഡീസാണ്. ലേഡീസിൻ്റെ മിക്കവരുടെയും ഹാൻഡ് ബാഗും ഈ ലബൂബിൻ്റെ കീ ചെയിൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് പക്ഷേ എന്തോ ഇതിൻ്റെ ഒരു ഡീമൺ ഫേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നാലും എമിക്കുട്ടിക്ക് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ എങ്കിൽ കൂടി ചേട്ടൻ സർപ്രൈസ് ആയിട്ട് വാങ്ങാൻ വേണ്ടി പോയെങ്കിലും എമിക്കുട്ടി വേണമെന്ന് പറഞ്ഞാൽ ടോയിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ അണ്ടർ 13 യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്റ്റോറിലോട്ട് പോയി. ആ സ്റ്റോറിൽ കണ്ടു എന്ത് രസമായിട്ട് അങ്ങനെ എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. എസ്പെഷ്യലി ഇങ്ങനെ നമ്മുടെ പിങ്ക് ആൻഡ് പേർപ്പിൾ ആ ഒരു കോംബോ വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ എല്ലാം സ്കൂളിലേക്ക് വേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് അത് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കണ്ട് വെള്ളമിറക്കി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാട്ട് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായത്, അതായത് ഇവർ ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങിന് വന്ന മോളല്ല ഇത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് ഡേ എന്ന് പ്രഖ്യാപിച്ച ദിവസം വെറുതെയായി, വേസ്റ്റായി. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കെയർ ബെയർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു. അവിടെ ഈ ലബൂബിൻ്റെ ആഭരണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷേ ആ ഷോപ്പിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓടിക്കയറി വീഡിയോ എടുത്തു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ പോകുന്ന വഴിക്ക് എന്തോ കോഫിയും ജ്യൂസൊക്കെ കുടിച്ചു എന്നല്ലാണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു. പിന്നെ പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാത്തൊരു ദിവസം പോലും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെയിലി ഉണോ കളിക്കും. ഉണോ കളിച്ചിട്ട് തോക്കുന്ന ആൾക്കാരെ കൊണ്ട് ഏത്തടീക്കൽ മസ്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതൊരിക്കൽ സ്റ്റേ ട്യൂൺ. ടാറ്റാ.